ബേക്ക് ആൻഡ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ബേക്കിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ കാണുക. നല്ല രീതിയിൽ ബേക്കിംഗ് പഠിക്കാൻ പറ്റും കേട്ടോ. കേക്കുകൾ മാത്രമല്ല, നമുക്ക് ബേക്കറി ഐറ്റങ്ങളും പഠിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമ്മൾ ബണ്ണാണ് തയ്യാറാക്കുക. ബണ്ണെന്ന് പറയുമ്പോൾ ഇത് നിറയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ബണ്ണാണ്. പാവ് ബജിയൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ തയ്യാറാക്കിയെടുക്കുന്ന ബണ്ണില്ലേ, ആ ഒരു ബണ്ണാണ് തയ്യാറാക്കി കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും ചെയ്യണേ. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് 3 ടീസ്പൂൺ അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അരക്കപ്പ് അളവിൽ ചെറു ചൂട് പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് അത് പൊങ്ങി വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം വീഡിയോ ഫുള്ള് കണ്ടാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ ഇവിടെ 1.5 കപ്പ് അളവിൽ മൈദ മാവ് എടുത്തിട്ടുണ്ട്. എലൈറ്റിൻ്റെ മൈദ മാവാണ് എടുത്തിരിക്കുന്നത്. ഗ്രാം അളവെന്ന് പറയുമ്പോൾ 200 ഗ്രാമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അടുത്ത് ഞാൻ ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 50 ഗ്രാം ബട്ടർ ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്, അതും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി വനസ്പതി ഇല്ലയെന്നും പറഞ്ഞുകൊണ്ട് ആരും ബ്രെഡും ബണ്ണൊന്നും തയ്യാറാക്കാതിരിക്കണ്ട കേട്ടോ. നമുക്ക് ബട്ടർ ഏത് കടയിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും. ഇനി നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ കുഴയ്ക്കുമ്പോൾ നല്ല ലൂസായിരിക്കും, അത് വിഷമിക്കേണ്ട. അപ്പോൾ ഒരാൾ ബണ്ണുണ്ടാക്കിയിട്ട് നമ്മൾ ബട്ടർ ബണ്ണുണ്ടാക്കിയിട്ട് പുറം ഇത്തിരി ഹാർഡായിരുന്നെന്ന് പറഞ്ഞ് ഇതിനുള്ളൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ അതവിടെ കുഴച്ചപ്പോൾ നല്ല ലൂസാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇതിന് നമ്മൾ ടൈറ്റാക്കി എടുക്കണം. കൂടുതൽ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെയൊന്നും ടൈറ്റാക്കി കുഴയ്ക്കരുത്. ഇനി നമുക്കിതിനെ ഒരു കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അതിന് മുമ്പേ കൗണ്ടർ ടോപ്പ് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം കുറച്ച് മൈദമാവ് ഒന്ന് തൂറ്റി കൊടുക്കുക. ഈ ഒരു മൈദ മാവിലാണ് നമ്മൾ ഈ ഒരു മാവ് കുഴച്ചെടുക്കുന്നത് കേട്ടോ. നിങ്ങൾ കട്ടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് ഇത് മൈദമാവ് ഒന്ന് തൂറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ കുഴച്ചെടുക്കുക. നല്ല രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മൈദാമാവ് ഇട്ടപ്പോൾ തന്നെ നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതേപോലെ നിങ്ങൾ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് ഇതിട്ട് നിങ്ങൾ അത് കുഴച്ചെടുക്കാം. ഇത് കുഴയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ ഇന്നത്തെ വീഡിയോ ആണ് 15 വീഡിയോ ആവുന്നത്. ലാസ്റ്റ് വീഡിയോ ആണ് ഇന്നത്തെ 15ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, 15 വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്ന 3 പേർക്കാണ് ഞാൻ ഇത് സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോ വീഡിയോയിൽ നോക്കും. ആ 1ാമത്തെ വീഡിയോയിൽ കമൻറ്റ് ചെയ്തത് 2ാമത്തെ ചെയ്തിട്ടുണ്ട്, ഈ 15 വീഡിയോയിലും ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കും. ആ 15 പേരെയാണ് ഞാൻ തിരഞ്ഞെടുത്ത്. ആ ഒരു 15 വീഡിയോയിൽ കമൻറ്റ് ചെയ്തവരെയാണ് ഞാൻ തിരഞ്ഞെടുത്ത് 3 പേർക്ക് ഹാൻഡ് ബീറ്റർ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചിരുന്നു, ഇത് ഹാൻഡ് ബീറ്റർ നമുക്ക് വാങ്ങിക്കാൻ പറ്റാത്തവർ, നമ്മളെ വീട്ടിലുള്ളവരും വാങ്ങിക്കാൻ പറ്റാത്തവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് വീട്ടിലുള്ളവർക്ക് ഹാൻഡ് ബീറ്റർ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഇല്ലാത്തവർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് അവർക്കൊരു പ്രയോജനമാവും. അപ്പം നമുക്ക് ഒട്ടും തന്നെ വാങ്ങിക്കാൻ പറ്റാത്തവരെ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ഹാൻഡ് ബീറ്റർ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല എന്ന് കുറേ പേര് പറയുന്നുണ്ട്. അപ്പോൾ അവരൊന്ന് മെസ്സേജ് ഇടുക. നമുക്ക് ഈ 15 വീഡിയോയിൽ കമൻറ്റ് ചെയ്തവരും ഇതുപോലെ മെസ്സേജ് ഇടുന്നവരെയും കൂടി ആയിട്ടാണ് ഞാൻ നറുക്കെടുപ്പിലൂടെ സമ്മാനം കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനിതവിടെ മാവ് നല്ലതുപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ബൗളിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് സൺഫ്ലവർ ഓയിലോ ബട്ടറോ ഒന്ന് തടവി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിതിന് 1 മണിക്കൂർ വച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് തിരക്കുകളവല്ലെങ്കിൽ ആണെങ്കിൽ 1.5 മണിക്കൂറായാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ സമയം കൂടുന്തോറും അത് നല്ല സോഫ്റ്റായിട്ടിരിക്കും. 1.5 മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല. നല്ല സോഫ്റ്റ് ബണ്ണ് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിവിടെ ഇരുന്ന് നല്ലതുപോലെ നമുക്കൊരു തുണിയുണ്ട് മൂടിയിടാം കേട്ടോ. അല്ലെങ്കിൽ ഇത് പുറം ഡ്രൈ ആയിപ്പോവും. നിങ്ങൾ തുണി കൊണ്ട് മൂടി ഇട്ടില്ലെങ്കിൽ നിങ്ങൾ അതിനെ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ഇവിടെ 1.5 മണിക്കൂറായപ്പോഴാണ് മാവ് എടുത്തത് കേട്ടോ. നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൗണ്ടർ ടോപ്പിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ചെറിയ ബോൾസാക്കി കട്ട് ചെയ്തെടുക്കണം. നമ്മൾ പുറത്ത് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ 80 ഗ്രാം അളവിൽ തയ്യാറാക്കി എടുക്കണം കേട്ടോ. ബോൾ അളന്ന് തന്നെ എടുക്കണം. ഇതിപ്പം ഞാൻ ഇവിടെ വീട്ടിൽ തയ്യാറാക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടെ ഇത് ഫില്ലിംഗ് ഒന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് ചെറിയ ബണ്ണാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ 40 ഗ്രാം അളവിലാണ് എടുക്കുന്നത് കേട്ടോ. ഓരോ ബണ്ണും 40 ഗ്രാം അളവിലാണ് എടുക്കുന്നത്. നമ്മൾ പുറത്തൊക്കെ സെയിൽ ചെയ്യുകയാണെങ്കിൽ 80 ഗ്രാം അളവിൽ എടുക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് അത് നമുക്ക് അകത്ത് ഫില്ലിങ് കൊടുക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ.
പിന്നെ ഞാൻ പലപ്പോഴും ഇത് ഉരുട്ടണ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതുപോലെ ഒന്ന് ചുറ്റിച്ച ശേഷം നമുക്ക് തറയിൽ നമ്മൾ ആ കൗണ്ടർ ടോപ്പിൽ വെച്ച് ഒന്ന് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി. എല്ലാ ഭാഗവും ഒന്ന് ഉരുണ്ട് കിട്ടണം, കാരണം അല്ലെങ്കിൽ സൈഡ് കൊണ്ട് പൊട്ടിപ്പോവും കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം നമ്മൾ ബട്ടർ തടവി വെച്ചിരിക്കുന്ന ഒരു കേക്ക് ടിന്നിൽ ബട്ടർ നല്ലതുപോലെ തടവണം. ബട്ടർ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എല്ലാ ഭാഗത്തും തടവണം, അത് ഒട്ടിപ്പിടിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ആക്കി ഒന്ന് തടവിയ ശേഷം നമ്മൾ ഉരുട്ടിയ ശേഷം ഇതുപോലെ അടുക്കി വെച്ച് കൊടുക്കണം. നമ്മൾ ബണ്ണൊക്കെ തയ്യാറാക്കുമ്പോൾ നീക്കിയല്ലേ വെക്കണം, ഇത് നീക്കി വെക്കേണ്ട, അടുക്കി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഓരോ ബണ്ണ് വിധം ഇതുപോലെ ഒന്നാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ 15 വീഡിയോയ്ക്കും കമൻറ്റ് ചെയ്തിരിക്കണം. അത് മാത്രമല്ല, കമൻറ്റ് ചെയ്ത അതിൽ എല്ലാ വീഡിയോസിനും കമൻറ്റ് ചെയ്തവരെ മാത്രമേ ഞാൻ തിരഞ്ഞെടുക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ള് കാണണം കേട്ടോ. അപ്പം ഞാൻ അതവിടെ ഇത് ഇത്രയും വച്ച്, പിന്നെ അവിടെ കുറച്ച് മിച്ചം വന്നുകൊണ്ട് ഞാൻ നീളത്തിനൊന്ന് വെച്ച് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. പിന്നെ അത് ഉരുട്ടിയിൽ അളവ് കുറവായി വരുന്നത് കൊണ്ട് ഒന്ന് നീളത്തിന് കട്ട് ചെയ്തു. അതിനുശേഷം 10 മിനിറ്റ് ഒന്ന് കുറച്ചും കൂടി പൊങ്ങി വരാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. വച്ചിട്ടാണ് ഞാൻ അതിലേക്ക് മുട്ട ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഒരു മുട്ട, മഞ്ഞയും വെള്ളം എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു മുട്ടയാണ്, അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തൊന്നും ബ്രഷ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ മുട്ട ബ്രഷ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർ അതിൽ പൊടിച്ച പഞ്ചസാര ഒന്ന് തൂറ്റി കൊടുത്താലും മതി കേട്ടോ. നല്ല പൊടിച്ച പഞ്ചസാര പുറത്തൊന്ന് തൂറ്റി കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ മുട്ടയൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത ശേഷം 180 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് നമ്മൾ ഓവനിൽ വേവിച്ചെടുക്കുന്നത്. 20 മിനിറ്റ് ആകുമ്പോൾ പുറം നല്ലതുപോലെ കളറായില്ലെങ്കിൽ ഒരു 25 മിനിറ്റും കൂടി വെക്കണം കേട്ടോ. അപ്പോൾ 25 മിനിറ്റ് അതിൽ കൂടി വെക്കേണ്ട കാര്യമില്ല കേട്ടോ. നല്ല കളറോടെ കൂടെ കിട്ടും കേട്ടോ. നല്ല സ്പോഞ്ചായിട്ടുള്ള ഇതാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലെ മൂടിയിടണം കേട്ടോ, അല്ലെങ്കിൽ അത് പുറം കൊണ്ട് ഡ്രൈ ആയിപ്പോവും. ഞാൻ ഇവിടെ നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ആ ചൂടോടെ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ട, ഒരു ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ഗ്ലേസിങ് ആയിട്ടുള്ള ഇത് ബന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മൾ 4 ചുറ്റും ആ ഒരു ഇത് ടിന്നിൽ എണ്ണ തടവിയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് ഇളക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ബണ്ണ് ഇളക്കി എടുത്തിട്ടുണ്ട്, നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പഞ്ഞി പോലത്തെ ഇത് ബണ്ണാണ്. അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടാൽ മാത്രമേ നമ്മൾ അതിൽ ചേർത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല, നിങ്ങൾക്ക് ബേക്കിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ളവർ വീഡിയോ ഫുള്ള് കണ്ടാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. ഇതൊക്കെ ചെയ്ത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് അളവും എല്ലാം പറയുന്നുണ്ട്. നല്ല പഞ്ഞി പോലത്തെ, ഒട്ടും തന്നെ ഡ്രൈ ആവാത്ത നല്ല പഞ്ഞി പോലത്തെ ബണ്ണാണ് കേട്ടോ. നമ്മൾ 80 ഗ്രാമിലൊക്കെ തയ്യാറാക്കുമ്പോൾ വലിയ ബണ്ണായിരിക്കും. നമ്മളിത് കട്ട് ചെയ്തിട്ട് ഇതിൽ ഫില്ലിംഗ് ഒക്കെ കൊടുക്കുക കേട്ടോ. നമ്മൾ പാവ് ബജിയൊക്കെ വാങ്ങിച്ച് കഴിക്കുമല്ലോ, അതിൽ കിട്ടുന്ന ആ ഒരു ബണ്ണാണിത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് കൊടുക്കാം. ചിക്കൻ വെച്ച് ഫില്ലിങ് കൊടുക്കുക, അതുപോലെ തന്നെ എഗ്ഗ്, വെജിറ്റബിൾ അങ്ങനെയൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണണം. ഇന്നത്തെയാണ് 15ാമത്തെ വീഡിയോ. ഇതിൽ കേൾക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം തരിക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.